It's tail frog, let's fly, let's fly. It's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 1995 റിലീസായിട്ടുള്ള ഡേർലി എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഹെലികോപ്റ്റർ കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പറന്നു പോവാണ്. ഇതേ സമയത്ത് തന്നെ അടിയിൽ കൂടെ ഒരു കാറ് ഒട്ടും കൺട്രോൾ ഇല്ലാതെ അതിലെ ഇതിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു കാറിനെയാണ് ആ ഒരു ഹെലികോപ്റ്ററെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാറിന്റെ ഉള്ളില് ഒരു വയസ്സായിട്ടുള്ള ആളും അതുപോലെ തന്നെ ചെറിയൊരു പയ്യനും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോയിട്ട് ഒരു പ്രത്യേക ഭാഗത്തെത്തി കഴിഞ്ഞപ്പോ ആ ഒരു കാറ് നിർത്തുന്നുണ്ട്. ഈ വയസ്സായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പുറകോട്ടേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ പയ്യന്റെ അടുത്ത് ഈ കാടിന്റെ ഉള്ളിലേക്ക് കയറി പോയിക്കോളാനായിട്ട് പറയാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡിന്റെ ഭാഗത്തേക്ക് നീ വരാനേ പാടില്ല എന്ന് അയാൾ പറയാണ്. നമ്മുടെ പയ്യനും ഇപ്പൊ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അയാൾ കാർ സ്റ്റാർട്ട് ആക്കിയിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് പോവാണ്. കാർ അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ ആ ഒരു ഹെലികോപ്റ്റർ കാറിന്റെ ലൊക്കേഷൻ എവിടെയാന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ ഹെലികോപ്റ്റർ കാറിന്റെ പാരലൽ ആയിട്ട് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് കൺട്രോൾ ഇല്ലാതെ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീഴാണ്. ഒരു ചെറിയ പയ്യൻ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നല്ലേ, അവന്റെ പേരാണ് ഡേർലി എന്നുള്ളത്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ. നമ്മുടെ ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അവൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഒരു വയസ്സായിട്ടുള്ള കപ്പിള് ട്രക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോ നമ്മുടെ ഹീറോനെ കാണുകയാണ്. നീ ആരാണ്, എവിടുന്നാ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്റെ പേര് ഡേർലി എന്നാണ്, അതല്ലാതെ പഴയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് അവൻ പറയാണ്. ഇപ്പോ ഈ ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അവൻ അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു അനാഥ ആശ്രമത്തിലേക്കാണ് അവനെ കൊണ്ടുപോയത്. ഇപ്പോ ഈ ഒരു ആശ്രമത്തിന്റെ മുന്നിലേക്ക് ആ ഒരു കാറ് കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു വയസ്സായിട്ടുള്ള ആള് അകത്തേക്ക് കയറി പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേര് കളിക്കുന്നുണ്ടായിരുന്നു. അവരിപ്പോ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവർ കളിക്കുന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരുത്തൻ ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഈ ഒരു പിള്ളേര് തമ്മിൽ തർക്കമാണ്. അവരിപ്പോ നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ കണ്ടതല്ലേ, അപ്പോ ഇവൻ ചെയ്തത് ഫൗളാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഈ ഒരു അനാഥാശ്രമത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവനെ ഇപ്പൊ കുളിപ്പിച്ച് അതുപോലെ തന്നെ ഇവന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ലൈനായിട്ട് കുറെ വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിക്കുകയാണ് അവനോട്. അവനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇപ്പൊ ആ ഒരു കാര്യങ്ങൾ മുഴുവനും കാണാപ്പാടം തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ഡോക്ടറിന് ഇവൻ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പൊ 100% ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യാണ്. ഈ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കുട്ടീനെ ദത്തെടുക്കാന്ന് ഇപ്പൊ ഇവർ പ്ലാൻ ചെയ്യാണ്. എന്നാൽ ഇവരുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുട്ടീനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു കുട്ടീനെ കുറച്ച് നാൾ വളർത്തി കാണിക്കണം. അങ്ങനെ ചെയ്തിട്ട് കുട്ടികളെ വളർത്തുന്നതിന് ഇവര് 100% എലിജിബിൾ ആണെന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇപ്പൊ ഈ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളർത്താനായിട്ട് ഇവനെ കൊടുക്കുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഇവനെ തെരഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. അതിനു മുന്നേ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിന് വാങ്ങിക്കൊടുക്കാന്ന് ഡോക്ടർ ഇപ്പൊ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ അവനെയും കൂട്ടിയിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലേക്ക് ആ ഒരു ഡോക്ടർ പോകുന്നുണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലാണ് ഡോക്ടറിന്റെ ഫ്രണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ പേര് ആന്റി എന്നാണ്. ഡോക്ടർ ഇപ്പൊ നേരെ വന്നിട്ട് ഹീറോയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആന്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോ ആന്റിയുടെ വൈഫിനെ കാണിക്കുകയാണ്. അവരുടെ പേര് ജോയ്സ് എന്നാണ്. ജോയ്സിന് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ അവൾക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് മ്യൂസിക് പഠിപ്പിക്കുന്നതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. ഇപ്പോ ആന്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിനക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ജോയ്സിനാണെന്നുണ്ടെങ്കിൽ ഹീറോനെ കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് അവൾ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സാർ മാഡം എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവരോട് സംസാരിക്കുന്നത്. നീ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, എന്റെ പേര് ജോയ്സ് എന്നാണ്, ഇവന്റെ പേര് ആന്റി എന്നാണ്, ഞങ്ങളെ പേരെടുത്ത് തന്നെ വിളിച്ചോളാനായിട്ട് പറയാണിപ്പോ. ജോയ്സ് വീട് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ ഹീറോനെ കൂട്ടിയിട്ട് ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അന്ന് രാത്രി നമ്മുടെ ഹീറോ കിടന്നുറങ്ങുന്ന സമയത്ത് ജോയ്സും ആന്റിയും കൂടിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ അപ്പൊ തന്നെ അത് പഠിക്കുന്നുണ്ട്. ഇതേപോലുള്ള ഒരു കുട്ടീനെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ ജോയ്സ് ആന്റിനോട് പറയുന്നുണ്ട്. ഇപ്പൊ ആന്റി ആണെന്നുണ്ടെങ്കിൽ അവളോട് പറയാണ്, നീ ഒരുപാട് അവനോട് ക്ലോസ് ആവണ്ട. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും അവന്റെ പാരന്റ്സ് അവനെ തെരഞ്ഞു വരാം. അങ്ങനെയുള്ളപ്പോ നീ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരുന്നു പറയാണ്. അടുത്ത ദിവസം
ജോയ്സ് അവളുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നിന്നിട്ട് ഒരു പയ്യൻ അവളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി ആന്റിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ഡോക്ടറല്ലേ, അയാളുടെ മോനാണ് ഇവൻ. ഇവന്റെ പേര് ടേർട്ടിൽ എന്നാണ്. എന്താ പുറത്ത് തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് കയറിയോടാന്ന് ജോയ്സ് ഇപ്പൊ പറയുന്നുണ്ട്. ടേർട്ടിൽ ഇപ്പൊ അകത്തേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് ആരോ വന്നിട്ടുണ്ടല്ലോ, അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ജോയ്സ് ഇപ്പൊ പോയിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹീറോയും ടേർട്ടിലും അവിടെ വെച്ചിട്ട് ഫ്രണ്ട്സ് ആവുകയാണ്. ഇവരിപ്പോ പുറത്തൊക്കെ ചുറ്റി നടക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ടേർട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നിനക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ പേരെങ്ങനെയാ നിനക്ക് ഓർമ്മ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോ പറയുന്നുണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ ഒരു സയൻസ് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ഈ ഒരു കഥയൊക്കെ കേട്ട് ബോറടിച്ച് കഴിഞ്ഞപ്പോ ടേർട്ടിലാണെന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടേർട്ടിൽ നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ടേർട്ടിലിന്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ ചേച്ചിക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന TV ഒക്കെ ഓണാക്കി ഇവർ ഗെയിം കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഗെയിമിൽ നമ്മുടെ ടേർട്ടിൽ ഇപ്പൊ ഔട്ട് ആവുന്നുണ്ട്. നോക്ക് എന്റെ പോയിന്റ് കണ്ടോ, ഇതൊന്നും ആർക്കും വെട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവന്റെ ചേച്ചിന്റെ അടുത്ത് വലിയ വീം പഠിക്കുന്നുണ്ട്. ഇപ്പൊ ടേർട്ടിലിന്റെ ചേച്ചി വന്നിട്ട് ആഹാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്കോർ അവന്റെ പേരിൽ തന്നെ സേവ് ചെയ്യാണ്. ഇപ്പോ ഞാനൊരു ഗെയിം കളിക്കട്ടെ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്. അതിനെന്താ നീ കളിച്ചോന്ന് പറയാണ്. ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഇവരും കൂടിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവൻ ഒരുപാട് മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഓരോ ലെവലും അവൻ പുഷ്പം പോലെ തന്നെ ജയിക്കുകയാണ്. ഇപ്പൊ അവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറിന്റെ സ്പീഡ് കൂടിക്കൂടി വരികയാണ്. ലെവൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ടേർട്ടിലിന്റെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൾ ഇരുന്നിടത്ത് എണീറ്റിട്ട് ഭയങ്കര അത്ഭുതത്തോടെ അവന്റെ അടുത്ത് ഒന്നങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിച്ചിട്ട് എല്ലാ ലെവലും തീർത്തിട്ടുണ്ട്. അവനിപ്പോ ഏകദേശം 80,000 പോയിന്റിന്റെ അടുത്ത് നേടിയിട്ടുണ്ട്. ടേർട്ടിലാണെന്നുണ്ടെങ്കിലും അവന്റെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് അത്ഭുതമാവുന്നുണ്ട്. സത്യം പറഞ്ഞോ നീ ഒരു ഗെയിം ആദ്യമായിട്ട് കളിക്കുകയാണെന്നൊക്കെ ഇപ്പൊ അവനോട് ചോദിക്കുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം ടേർട്ടില് അവന്റെ സ്കൂളിലേക്ക് നമ്മുടെ ഹീറോനെ കൂട്ടിയിട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാറാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചില പ്രോബ്ലംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനായിട്ട് പറയാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ തന്നെ ആ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്ന മുഴുവൻ പ്രോബ്ലംസും സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ സാറിനാണെന്നുണ്ടെങ്കിൽ നല്ല ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ സാർ അവന്റെ അടുത്ത് വന്നിട്ട് ഇവൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് എല്ലാ പ്രോബ്ലങ്ങളും അവൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം ആൻഡി നമ്മുടെ ഹീറോയിനെയും അതുപോലെ തന്നെ ടേർട്ടിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആൻഡി ആണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ അടുത്ത് ഇതിനു മുന്നേ നീ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതിനു മുന്നേ ഞാൻ കളിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ആൻഡി ആ ഒരു ബാറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് കളിക്കേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോ ഞാൻ ഇവിടെ നിന്നിട്ട് ബോൾ എറിയും, അത് കറക്റ്റ് ആയിട്ട് അടിച്ചോണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ബാറ്റ് കൊടുത്തിട്ട് ആൻഡി നൈസ് ആയിട്ട് ആ ഒരു ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോൾ ഇവൻ കറക്റ്റ് ആയിട്ട് അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആൻഡിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നീ പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ മെല്ലെ അറിഞ്ഞതുകൊണ്ടായിരിക്കും അവൻ ഈസി ആയിട്ട് ആ ഒരു ബോൾ അടിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ബോൾ എറിയുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോളും അടിച്ച് പറപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ആൻഡിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഓരോരോ നാട്ടിലായിട്ട് അവരുടേതായിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഇവരുടെ നാട്ടിലും ബേസ്ബോളിനായിട്ട് കുറെ ടീമുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തുള്ള പിള്ളേരൊക്കെ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ആന്റിയാണ്. എന്നാൽ ഇവരുടെ ടീം ഇതുവരെയായിട്ടും ഒരു മാച്ചിന് പോലും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ആന്റി നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഇതുവരെ നമ്മുടെ ടീം ഒരു ഗെയിം പോലും മര്യാദയ്ക്ക് ജയിച്ചിട്ടില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന മാച്ചിൽ നീയാണ് ഞങ്ങളുടെ കീ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ആന്റി ഇപ്പോ അവനൊരു ബോള് നല്ല സ്പീഡിൽ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഹീറോ അടിച്ച് തെറിപ്പിക്കുകയാണ്. ബോൾ നേരെ പോയിട്ട് ഇവരുടെ വീടിന്റെ കണ്ണാടി ഉടച്ചിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ജോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവാണ്. ഇപ്പൊ ടേർട്ടിലിന്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവർ പാരന്റ്സ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ജോയ്സിനോട് ടേർട്ടിലിന്റെ അമ്മ നമ്മുടെ ഹീറോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ജോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആണ്, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ പാരന്റ്സും അവരുടെ കുട്ടികൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടീനെ പറ്റി ആലോചിച്ചിട്ട് നീ ഒരുപാട് അഭിമാനിക്കുന്നു പറയാണ്. അന്ന് രാത്രി ടേർട്ടിലിന്റെ ചേച്ചി ഒരു ഡേറ്റിംഗിന് പോയതാണ്. അവള് ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇപ്പോ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ടേർട്ടിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ വാക്കി ടോക്കികൾ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്റെ ചേച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ടേർട്ടിൽ നമ്മുടെ ഹീറോയിനോട് പറയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ടിവിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഹീറോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാണ്. അടുത്ത ദിവസം ഇവരുടെ ആ ഒരു ബാസ്കറ്റ് ബോൾ ടീം മാച്ചിന് റെഡി ആയിട്ട് വന്നതാണ്. മാച്ചിന് മുന്നേ ആന്റി ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് എടുക്കാനായിട്ട് ആ ഒരു ATM-ലേക്ക് വന്നതാണ്. കാർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്യാഷ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ATM ക്യാഷ് മാത്രം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആന്റി ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ക്യാഷ് മാത്രം വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ ആ ഒരു കാർഡ് വാങ്ങിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനിപ്പോ ആ ഒരു കാർഡ് ഇട്ടിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് അടിച്ചു കൊടുക്കുകയാണ്. കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് പൈസ വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ആന്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഓക്കെ നമുക്ക് ബാച്ച് നടക്കുന്ന ഭാഗത്തേക്ക് പോവാന്ന് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന പിള്ളേരോടൊക്കെ ആന്റി പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാനിപ്പോ വരാന്ന് നമ്മുടെ ഹീറോ പറയാണ്. ഇവരെല്ലാരും കാറിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ATM മെഷീനിലുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞെക്കുന്നുണ്ട്. ഇവന് എന്തോ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവൻ അങ്ങനെ ഞെക്കിയ സമയത്ത് തന്നെ
തന്നെ ആന്റിന്റെ അക്കൗണ്ടിലുള്ള ആ ഒരു ബാലൻസ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു $15 ലക്ഷം അടുത്ത് ആന്റിന്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു ബാലൻസ് ഇവൻ കൂട്ടി വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും അവിടെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഓപ്പോസിറ്റുള്ള ആ ഒരു ടീമിന്റെ കോച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പ്രാവശ്യവും ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. അവന്റെ അടുത്ത് ഭയങ്കര വീരവാദം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടേട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ അടുത്ത് നമ്മുടെ ആന്റി പറയുന്നുണ്ട്, എടാ നമ്മൾ ഐസ് വാട്ടർ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ട്, നീ എന്റെ വീട്ടിൽ പോയിട്ട് അത് എടുത്തിട്ട് വരാനായിട്ട് പറയാണ്. ടേട്ടിൽ ഇപ്പൊ സ്പീഡിൽ ഓടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് തന്നെ ജോയ്സ് ടേട്ടിലെ ചേച്ചീന്റെ അടുത്തും അതുപോലെ തന്നെ അവന്റെ അമ്മേന്റെ അടുത്തും നമ്മുടെ ഹീറോനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടേട്ടിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അവൻ വലിയ ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത്. അവന്റെ തുണികൾ അവൻ തന്നെ കഴുകിയിടും. അവന്റെ റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് വൃത്തിയാക്കുന്നത്. അത് മാത്രമല്ല ഒരു ആവശ്യത്തിന് പോലും അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരാറില്ല. ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെ പോലെയാണ് ഇവൻ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ടേട്ടിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ആ ഒരു ഡോറ് വലിച്ചടച്ചിട്ട് ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നതെന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഐസ് വാട്ടർ വാങ്ങിയിട്ട് അവൻ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ പോരുകയാണ്. ഇപ്പോ ഇവരുടെ ആ ഒരു മാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന്റെ ടീമിലുള്ള എല്ലാവരും തന്നെ വളരെ മോശമായിട്ട് കളിച്ചിട്ട് ഇപ്പൊ ഔട്ടായി പോവാണ്. അടുത്തതായിട്ട് നമ്മുടെ ഹീറോ ഇറങ്ങുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. ആന്റി ആണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അവന് ഉപദേശിക്കുന്നുണ്ട്. നീ വെറുതെ ആ ഒരു ബോൾ മാത്രം നോക്കി അടിച്ചാൽ മതി, ഓക്കെ, നന്നായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തിട്ട് അവനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുകയാണ്. ഇവനെ കണ്ടപ്പോ തന്നെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാർ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പയ്യനെ കൊണ്ട് ഇറക്കിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്യാനായിട്ട് പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഫസ്റ്റ് ബോൾ തന്നെ അടിച്ചിട്ട് ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് തെറിപ്പിക്കുകയാണ്. അവിടെയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പൊ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഈ ഒരു ബേസ് ബോളിലാണെന്നുണ്ടെങ്കിൽ ബോൾ അടിച്ച അതേ സമയത്ത് തന്നെ റൺ ഓടി എടുക്കണല്ലോ. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ആന്റി ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നിട്ട് ഓടാന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയും ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവൻ ഓടി ഓടിയിട്ട് ആ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എറിഞ്ഞ എല്ലാ പന്തും അവൻ അടിച്ച് പറപ്പിക്കുകയാണ്. ഇപ്പൊ ഓപ്പോസിറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. ഇവൻ എവിടുന്നാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാണ്. ഇപ്പൊ ഹീറോ നമ്മുടെ ജോയ്സിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ആന്റിയെ നോക്ക്, അവൻ എന്ത് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അവൻ ഇതേപോലെ ഞാൻ സന്തോഷമായിട്ട് ഇതുവരെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയാണ്. ജോയ്സ് ഇപ്പോ അവന്റെ അടുത്ത് പറയാണ്, അതൊക്കെ ശരി തന്നെ, നീ വന്നതിന് ശേഷമാണ് അവനെ കുറച്ച് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവരിപ്പോ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഈ ഒരു കാര്യമൊക്കെ കേട്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ആവുകയാണ്. ജോയ്സ് എന്തോ ഹാപ്പി അല്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇപ്പോ ടേട്ടിലിന്റെ അടുത്ത് വന്നിട്ട് അവൻ പറയുന്നുണ്ട്. ഇപ്പൊ ടേട്ടിൽ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നീ വലിയ ആൾക്കാരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജോയ്സിന് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്തും പല കാര്യങ്ങൾക്കും വാശി പിടിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ കുട്ടീനെ പോലെ ബിഹേവ് ചെയ്യടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോ അവന് രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഹീറോ വേണമെന്ന് വിചാരിച്ചിട്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ള 3 ബോളും അവൻ മിസ് ചെയ്യാണ്. അങ്ങനെ അവനിപ്പോ ഔട്ട് ആവുന്നുണ്ട്. ഇപ്പൊ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു കോച്ചിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ആന്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോന്റെ അടുത്ത് വന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാ ബോളും എനിക്ക് അടിക്കാനൊന്നും പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് റൺ എടുത്തോന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെട്ട് പോവാണ്. ജോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ഒരു വാശി പിടിക്കുന്ന കഴിഞ്ഞപ്പോ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പോഴാണ് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെ ഇരിക്കുവോ അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ജോയ്സ് ഇപ്പോ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, മോനെ നീ അച്ഛന്റെ അടുത്ത് ഇതേപോലെ ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യാണ്. ഇപ്പൊ ഹീറോയിന്റെ ടീം ജയിക്കുന്നതിനായിട്ട് ഒരേ ഒരു പോയിന്റ് ആണ് വേണ്ടത്. ഇപ്പൊ ഓപ്പോസിറ്റിലെ കോച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ടീം ജയിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എടുക്കാനായിട്ട് ഇവരുടെ ടീമിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഉഴപ്പാറുള്ള നമ്മുടെ ടേട്ടില് ആ ഒരു റൺ എടുക്കുകയാണ്. ഇപ്പൊ ഓടി ആ ഒരു റണ്ണ് കംപ്ലീറ്റ് ആകണല്ലോ, അത് ഇവനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് എല്ലാവരും ടെൻഷനായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവസാന നിമിഷം തന്നെ ടേട്ടില് ആ ഒരു റണ്ണ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇപ്പൊ ജോയ്സിനും എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ആന്റി കോച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ടീം ഈ ഒരു ബേസ്ബോളിൽ ജയിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഹീറോ ജോയ്സിന്റെ കൂടെ ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ട്. ജോയ്സ് നമ്മുടെ ഹീറോയ്ക്ക് പിയാനോ വായിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനൊക്കെ പഠിച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇപ്പൊ വായിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം പേര് പറഞ്ഞ് വിളിക്കാതെ അച്ഛൻ അമ്മ എന്നൊക്കെ തന്നെ അവൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇവർ ആ ഒരു ഫാമിലി മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ ഹീറോയിനെ തെരഞ്ഞിട്ട് ഒരു പാരന്റ്സ് അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ടേറ്റിലിന്റെ അച്ഛനുണ്ടല്ലോ ആ ഒരു ഡോക്ടർ, അയാളിപ്പോ നമ്മുടെ ജോയ്സിനെ വിളിച്ച് പറയാണ്. ജോയ്സിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിലും അവിടുന്ന് പോകാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചോളാന്ന് അവനിപ്പോ പറയാണ്. നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരാണ് നിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും, അതുകൊണ്ട് തന്നെ നീ അവരുടെ കൂടെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യാണ്. ജോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഷമാവുന്നുണ്ട്. അവരിപ്പോ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് ഒരു കപ്പിൾ വരുന്നുണ്ട്. ആക്ച്വലി ഇവരാണ് നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും എന്നാണ് തോന്നുന്നത്. നമ്മുടെ പയ്യനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പയ്യനും ഒരുപാട് വിഷമാവുന്നുണ്ട്. അവനിപ്പോ അവരോട് പറയാണ്, എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഇവിടെ വന്നിട്ട് അവനൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ടേട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും ഹീറോയിനെ വിട്ട് പിരിയാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടേട്ടിലിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, എടാ നമുക്ക് അവനെ എപ്പോഴാ കാണാൻ പറ്റുക എന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് അവനൊന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തില് അവനെ കൂട്ടിയിട്ട് നമ്മുടെ ഹീറോന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ഹീറോ അവനെ വിട്ടു പോവാന്നുള്ള കാര്യം അവന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ദൂരെ നിന്ന് അവൻ നോക്കി ഒരുപാട് കരഞ്ഞിട്ട് ടേട്ടിൽ ഇപ്പൊ അവിടുന്ന് ഓടി പോവാണ്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക്
ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, അവൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊക്കെ അവന്റെ ഒറിജിനൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലടാ, നീ ഇവിടുന്ന് പോകുന്ന കാര്യം അവൻ ഒട്ടും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവനിപ്പോ കരഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ടേട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ ഇപ്പൊ ടേട്ടിലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ അവിടുന്ന് സമാധാനപ്പെടുത്തി കൂട്ടിയിട്ട് വരാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയ്സിനോടും ആന്റീനോടും അതുപോലെ തന്നെ നമ്മുടെ ടേട്ടിലിന്റെ ചേച്ചിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. ഹീറോയിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടി നേരെ എയർപോർട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഹീറോയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു ഫ്ലൈറ്റിലാണോ നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ അവൻ ഒരുപാട് സന്തോഷിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവരുടെ യാത്ര തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഫ്ലൈറ്റ് പറക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറ്റേന്ന് അവന്റെ അച്ഛനോട് ചോദിക്കുകയാണ്. അയാളും ഇപ്പൊ അതിന് ഓക്കെ പറയുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ പൈലറ്റിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന പൈലറ്റിനും ഇവന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ആന്റീനെയും ജോയ്സിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഇവിടുന്ന് പോയതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമത്തിലാണ് അവരുള്ളത്. നമ്മൾ ഒരിക്കലും അവനെ പോകാനായിട്ട് സമ്മതിക്കരുതായിരുന്നു. വെറും ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അവനാണ് അവരുടെ അച്ഛനമ്മ എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോയ്സ് ഇപ്പൊ കരയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എന്റെ ഫ്രണ്ട് അല്ലേ അവനെ ഇവിടെ കൂട്ടിയിട്ട് വന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവനെ അവരുടെ കൂടെ അയച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല അവന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും അവർ തന്നെയല്ലേ, അപ്പോ അവൻ അവരുടെ കൂടെ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജോയ്സിനെ സമാധാനപ്പെടുത്താനായിട്ട് ആന്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവരുടെ ആ ഒരു ഫ്ലൈറ്റ് നേരെ ഒരു റിസർച്ച് ഫെസിലിറ്റിന്റെ അവിടെ പോയിട്ടായിരുന്നു ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഒരു മിഷനിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇവന്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര് ശരിക്കും അവന്റെ അച്ഛനും അമ്മയും അല്ലായിരുന്നു. അവർ രണ്ടുപേരും ഈ ഒരു ഫെസിലിറ്റിയിലെ സയന്റിസ്റ്റുകളാണ്. നമ്മുടെ ഹീറോയിന്റെ ബ്രെയിനിന് പകരമായിട്ട് ഒരു ചിപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവനൊരു ടെസ്റ്റ് ട്യൂബ് ശിശുവാണ്. അങ്ങനെ ആ ഒരു പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവനെ ഈ ഒരു ലാബിൽ ഉണ്ടാക്കിയത്. മറ്റുള്ള കുട്ടികളെ പോലെ ബ്ലഡും സ്കിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവനുള്ളൂ. ബ്രെയിനിന് പകരമായിട്ട് വലിയൊരു ചിപ്പാണുള്ളത്. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങില് ഒരു വയസ്സായിട്ടുള്ള ആള് നമ്മുടെ ഹീറോനെ ഒരു കാട്ടി കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവർ ആക്ച്വലി ഈ ഒരു സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആണ്. ഇവൻ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഫ്രീ ആയിട്ട് വളരണം, അതല്ലാതെ ഒരു ലാബിൽ അടച്ചു വെച്ചിട്ട് ഇവന് പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അവിടുന്ന് അവനെ രക്ഷപ്പെടുത്തിയിട്ട് ഈ ഒരു കാട്ടിനെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. അയാൾ തന്നെയാണ് ഇവന്റെ ബ്രെയിനിൽ ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറികളും കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഇവനെ സ്വതന്ത്രമാക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ഇവനെ ഇതുപോലെ ലാബിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവന്റെ ബ്രെയിനിന് ഒരുപാട് സൂപ്പർ പവറുകൾ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് അവൻ ആ ഒരു ഗെയിം കളിച്ചത് ഓർമ്മയില്ലേ, ആ ഒരു ഗെയിം വളരെ നിസ്സാരമായിട്ട് തന്നെ അവൻ ജയിക്കാനും കാരണം അത് തന്നെയാണ്. അതേപോലെ തന്നെ അവൻ ആ ഒരു ATM സിമ്പിൾ ആയിട്ട് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ബേസ്ബോളിൽ അത്രയും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ഈ രണ്ട് സയന്റിസ്റ്റുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴി അവന്റെ ബ്രെയിനിലേക്ക് ആക്സസ് ചെയ്യാണ്. എന്നിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മെമ്മറികളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. ഇവൻ കടന്നുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഒരു വീഡിയോ പോലെ ഇവന്റെ ബ്രെയിനിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു സയന്റിസ്റ്റ് ഇരുന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ബേസ്ബോൾ കളിക്കുന്ന ആ ഒരു വിഷ്വലിനാണെങ്കിൽ 3 ബോൾ അടിക്കാതെ ഔട്ട് ആവുന്നത് കാണുന്നുണ്ട്. അപ്പൊ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ജോയ്സിന് ഒരുപാട് സന്തോഷമായത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇപ്പൊ നമ്മുടെ ഹീറോ ആ ഒരു സയന്റിസ്റ്റിനോട് പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ഇതേപോലെ ആലോചിക്കാനൊന്നും നിനക്ക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതേപോലെ ഇവൻ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് രണ്ട് സയന്റിസ്റ്റുകൾക്കും സംശയമാവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ എന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ ഹീറോ ആ സയന്റിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ലടാ, ചെറിയൊരു ഓപ്പറേഷൻ 10-15 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം കഴിയും. അത് മാത്രമല്ല നിനക്ക് വേദന എടുക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 15 മിനിറ്റ് കൊണ്ട് തീരുന്നു പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോ എനിക്ക് പേടിയാവുന്നു പറയാണ്. ഇവനിങ്ങനെ പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോ ആ ഒരു സയന്റിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ഇവൻ ഓൾമോസ്റ്റ് ഒരു റോബോട്ടിനെ പോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മനുഷ്യന്മാരെ പോലെ തന്നെ ഇവന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതും ആ ഒരു സയന്റിസ്റ്റിന് ഒരുപാട് സന്തോഷമാണ്. ആക്ച്വലി ഇവര് മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മീറ്റിംഗിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സോൾജേഴ്സിന്റെ തലവന്റെ അടുത്ത് ഇവരുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഹീറോനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ എല്ലാ ഇമോഷൻസും നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവന് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ആ ഒരു മിലിറ്ററി ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് ഭയമൊക്കെ അവന് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നോ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യുദ്ധത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇങ്ങനെയുള്ള റോബോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോ മനുഷ്യന്മാരെ പോലെ തന്നെ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെയൊന്നും വേണ്ട, അവനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള തെറ്റും കാര്യങ്ങളൊക്കെ റേസ് ചെയ്തിട്ട് രണ്ടാമത് ആ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് പറയാണ്. സാധാരണ മനുഷ്യനെ സോൾജേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇതേപോലെ ഹൈബ്രിഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളെ യുദ്ധവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ഇവർക്ക് സുഖമായിട്ട് ജയിക്കാനായിട്ട് പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവനെ ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവാണ്. അയാളിപ്പോ നേരെ നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്തു തരാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സയന്റിസ്റ്റും നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ജോയ്സിനെയും ആന്റിനെയും കാണുന്നുണ്ട്, എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവരൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റിന്റെ മൈൻഡിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇവൻ മുഴുവനായിട്ട് മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വരികയാണ്. ഇപ്പൊ ഹീറോനോട് ജോയ്സിനെയും അതുപോലെ തന്നെ ആന്റിനെയും മാത്രം നിനക്ക് കണ്ടാൽ മതിയോ, അതേപോലെ നിന്റെ ഫ്രണ്ട് ഒരുത്തനില്ലേ അവനെ നിനക്ക് കാണണമെന്ന് ചോദിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെയും കാണണമെന്ന് പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന്റെ അമ്മയായിട്ട് ഒരു സയന്റിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലേ, അവര് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സയന്റിസ്റ്റ് വന്ന സമയത്ത് തന്നെ ഇവന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പോവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മീറ്റിംഗിൽ ഇവനെ ഡിസ്മാൻഡിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യവും ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാണെന്ന് പറയാണ്. ഹീറോയിന്റെ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ ജോയ്സിനെയും ആന്റിനെയും ഈ ഒരു ലാബിലേക്ക് കൊണ്ടുവരികയാണ്. മിലിറ്ററിക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കാറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവർ ഉള്ളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഇവർ ഈ ഒരു ലാബിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും തന്നെ ഇവന്റെ പേര് മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആന്റി കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ഇവിടെ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾ ഇപ്പൊ സയന്റിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ ഡാരൽ സാധാരണമായിട്ടുള്ള ഒരു പയ്യനല്ല. ഡാരലിന് അവൻ എങ്ങനെയാണ് പേര് വന്നതെന്ന് നിനക്കറിയോ? ഡാറ്റ അനലൈസ് റോബോട്ട് യൂത്ത് ലൈഫ് ഫോം എന്നാണ് അവന്റെ ആ ഒരു പേരിന്റെ ഫുൾ ഫോം തന്നെ. നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മിഷൻസിൽ ഡാരലിന്റെ ഫുൾ മെമ്മറീസും ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, നീ എന്റെ അടുത്ത് കള്ളത്തരം പറയാണെന്ന് ആന്റി നമ്മുടെ സയന്റിസ്റ്റിനോട് പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേറ്റിൽ ആ ഒരു ഭാഗമൊക്കെ ചുറ്റി കണ്ടിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് നമ്മുടെ ഹീറോയിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് അവൻ എത്തിപ്പെടുകയാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേറ്റിലിനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോയ്സും ആന്റി കൂടിയിട്ട് ഈ ഒരു റൂമിലേക്ക് വരികയാണ്. ഇപ്പൊ ഹീറോ ഓടിപ്പോയിട്ട് നമ്മുടെ ആന്റീനെ ഹഗ് ചെയ്യാണ്. ഇപ്പോ ജോയ്സിനെ പോയിട്ട് അവൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവര് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവരെല്ലാരും തന്നെ സയന്റിസ്റ്റ് കൂട്ടിയിട്ട് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എനിക്കൊരു 5 ദിവസം മാത്രം സമയം താ, അതിനുള്ളിൽ നിങ്ങളുടെ മോനെ ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കാന്ന് പറയാണ്. എന്നാൽ അന്ന് രാത്രി തന്നെ ഒരുപാട് സോൾജേഴ്സ് ഇവരുടെ ആ ഒരു ലാബിന്റെ ചുറ്റും വന്ന് നിറയുന്നുണ്ട്. ഈ ഒരു സയന്റിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ ഒരു സയന്റിസ്റ്റ് നമ്മുടെ ഹീറോയിന്റെ ഫാമിലിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യം മിലിറ്ററി ഓഫീസർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഈ ഒരു പ്രോജക്ട് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണല്ലോ എനിക്ക് മനസ്സിലാവുന്നത് എന്നിങ്ങനെ ആ ഒരു ഓഫീസർ നമ്മുടെ സയന്റിസ്റ്റിനോട് പറയുന്നുണ്ട്. ഇപ്പൊ അവർ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫീസറോട് കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്. അവന് ബ്രെയിനിന് പകരം ചിപ്പാണുള്ളത്, എന്നാലും ടെസ്റ്റ് ട്യൂബിൽ വളർന്നിട്ട് ഇത്രയും നാളും സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അവന് എമോഷൻസ് വരെയുണ്ട്. അവന് ഡിസ്മാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനെ കൊല്ലുന്നതിന് സംഭവമാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് സയന്റിസ്റ്റ് ആ ഒരു ഓഫീസറെ അടുത്ത് പറഞ്ഞു നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഓഫീസർ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നോ അതോ ഞാൻ വേറെ ആരെങ്കിലും വെച്ചിട്ട് ചെയ്യണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് സയന്റിസ്റ്റ് ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിട്ട് അവരെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഓഫീസർ അടുത്ത് നിന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അവനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ പോയി നോക്കിക്കോ എന്ന് പറയാണ്. എന്നിട്ട് ഭയങ്കര വിഷമിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറുമായിട്ട് അയാൾ ഇപ്പൊ പുറത്തേക്ക് പോവാണ്. ഈ ഒരു സമയത്ത് ആ ഒരു ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മിഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. എല്ലാ മിഷൻസിലും ടെർമിനേറ്റഡ് എന്നാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. ഇപ്പോ സയന്റിസ്റ്റിന്റെ കാറാണെന്നുണ്ടെങ്കിൽ ഗേറ്റിൽ വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാർ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അതിന്റെ അകത്ത് ഒന്നുമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് സയന്റിസ്റ്റിനെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും മിഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവസാനമായിട്ട് ഒരു മിഷൻ നോക്കുന്നുണ്ട്. അതിനകത്ത് ടെർമിനേറ്റഡ് എന്ന് കാണിക്കുന്നതിന് പകരം ഇപ്പൊ വേറെ എന്തോ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു തെറ്റോടെ നടന്നിട്ടുണ്ടെന്ന് ആ ഒരു ഓഫീസിന് മനസ്സിലാവാണ്. അയാൾ വീണ്ടും ആ ഒരു സിസ്റ്റത്തിലേക്ക് നോക്കുകയാണ്. എന്നാൽ ആ ഒരു സമയപ്പോഴത്തേക്കും സിസ്റ്റം ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അയാൾ ഇപ്പൊ വേഗം ഓടിയിട്ട് മെയിൻ ഓഫീസിലേക്ക് പോയി നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റത്തിൽ എന്ത് മെസ്സേജാണ് വന്നതെന്ന് നോക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് അവസാനമായിട്ട് നമ്മുടെ ഹീറോയിന്റെ ഡേറ്റയില് ആരോ പറഞ്ഞതായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ഓഫീസർ കാണാണ്. അയാൾ വേഗം ഗേറ്റിലേക്ക് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റിന്റെ കാറാണ് കാണിക്കുന്നത്. അതിന്റെ സീറ്റിന്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ഹീറോ ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അവനിപ്പോ ആ ഒരു സീറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ഗേറ്റിലുണ്ടായിരുന്ന ആ ഒരു സോൾജേഴ്സിന് നമ്മുടെ ഓഫീസർ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിപ്പോ ആ ഒരു കാറിനെ ചേസ് ചെയ്ത് പോവാണ്. ഇപ്പൊ സയന്റിസ്റ്റും ഇതിലൊക്കെ ഭയങ്കര സ്പീഡിൽ ആ ഒരു കാർ ഓടിക്കുന്നുണ്ട്. ഈ ഒരു മിലിറ്ററിക്കാരുടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്പീഡിൽ തന്നെ ആ ഒരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എങ്ങോട്ടേക്ക് പോയാലും ആ ഒരു ഭാഗത്തൊക്കെ പോലീസുകാരും അതുപോലെ തന്നെ സോൾജേഴ്സും വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇനി മുതൽ കാർ ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺട്രോള് നമ്മുടെ ഹീറോ ഏറ്റെടുക്കുകയാണ്. ഇപ്പോ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചിട്ട് ഫുൾ സ്പീഡിൽ ആ ഒരു കാർ ഓടിക്കുന്നുണ്ട്. ഇപ്പോ ബാക്കിൽ ഒരുപാട് കാറുകൾ വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ ഒരു കാറുകളൊക്കെ ഒരു വിധത്തിൽ ക്രാഷ് ആക്കി വിടുകയാണ്. ഇവരുടെ പുറകെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാറുകളൊക്കെ ഈ കൺട്രോൾ പോയിട്ട് ഇപ്പൊ അവിടെ ഇവിടെ ഇടിച്ചിട്ട് തെറിച്ച് മേലേക്ക് പോവാണ്. എന്നാൽ എത്ര വണ്ടികൾ ക്രാഷ് ആക്കിയിട്ടുണ്ടെങ്കിലും പിന്നെയും ഒരുപാട് പോലീസ് വണ്ടികൾ ആ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഭയങ്കരമായിട്ട് ട്രാഫിക് ഉള്ള ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു വണ്ടിനെ സൈഡിലേക്ക് ചെരിക്കുന്നുണ്ട്. ഇപ്പോ 2 വീലർ മാതിരി ആ ഒരു വണ്ടി റോട്ടിൽ കൂടെ ഓടിച്ചിട്ട് ആ ഒരു ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു വിധത്തിൽ വെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വണ്ടികൾ മുഴുവൻ തന്നെ ആ ഒരു ട്രാഫിക്കിൽ കൊടുക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ
അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവര് പോയിട്ട് ഒരു ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു വണ്ടിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് ആ ഫാം ഹൗസിൽ ഉണ്ടായിരുന്ന ട്രക്ക് കൊടുത്തിട്ട് അവരവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ചു ദൂരം ഇവർ ഈ ഒരു കാടിന്റെ ഭാഗത്തു കൂടി ട്രാവൽ ചെയ്ത് പോവാണ്. എന്നാൽ ഒരു വളവ് തിരിഞ്ഞ സമയത്ത് ഫ്രണ്ടില് പോലീസുകാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവർ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ അവരെ മറികടന്നിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാന്ന് ആ ഒരു സയന്റിസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, എന്റെ അടുത്ത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയാണ്. ഇപ്പോ ഈ ഒരു ട്രക്ക് ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫാം ഹൗസിലെ ആളിന്റെ കോട്ടും അതുപോലെ തന്നെ ആ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒരു സിവിലിയനെ മാതിരി ഡ്രസ് ചെയ്തിരിക്കുകയാണ്. പോലീസുകാരൻ ഇപ്പോ കാർ കൈകാട്ടി നിർത്തിയിട്ട് സയന്റിസ്റ്റിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ കാടിന്റെ ഉള്ളിൽ കൂടി ഓടി വന്നിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന പോലീസുകാരന്റെ വണ്ടിന്റെ ഉള്ളിൽ കയറുകയാണ്. വണ്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു റേഡിയോയും അതുപോലെ തന്നെ വണ്ടിയിലത്തെ ഇലക്ട്രിക് സർക്യൂട്ടും എല്ലാം കോളാക്കി വെക്കുകയാണ്. ഇപ്പൊ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസുകാരുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കുറച്ചു ദൂരം മുന്നേ എത്തി കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ കാടിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ആ ഒരു വണ്ടി കയറി അവിടുന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസ് ഓഫീസർ ഇപ്പൊ കാണുന്നുണ്ട്. പോലീസുകാരൻ നേരെ വന്നിട്ട് ആ ഒരു കാർ എടുത്തിട്ട് ഇവരെ ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഒപ്പിച്ച് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ കാരണം ആ ഒരു വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ പോലീസുകാരന് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് മേലേക്ക് വെടിവെക്കുകയാണ്. ആക്ച്വലി കുറച്ച് ദൂരെയായിട്ട് ഒരു പോലീസുകാരൻ ഇതേപോലെ തന്നെ റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഷോട്ട് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിലൂടെ അയാൾക്കുള്ള സിഗ്നൽ ആണ് ഈ ഒരു പോലീസുകാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ വണ്ടി വന്ന അതേ സമയത്ത് തന്നെ ഇവരുടെ വണ്ടിയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു പോലീസുകാരൻ അങ്ങനെ വെടിവെച്ചുകൊണ്ട് തന്നെ ആ ഒരു സയന്റിസ്റ്റിന്റെ മേത്തേക്ക് ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കാതെ ആ ഒരു ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചിട്ട് വണ്ടി പറത്തി പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാർ പിടിച്ച് തെറിപ്പിച്ചിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രാഷ് നടന്നുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരന്റെ വണ്ടിയും ഇപ്പൊ ടോട്ടലായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരനും അവരെ ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു സയന്റിസ്റ്റിന് വെടി കൊണ്ടതുകൊണ്ട് തന്നെ ഏകദേശം മരിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സയന്റിസ്റ്റിന് വേണ്ടിയിട്ട് അവിടുന്ന് കരയാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ സയന്റിസ്റ്റ് പറയാണ്, നിന്റെ അടുത്ത് ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. നിനക്ക് നല്ലൊരു ഫാമിലി ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ അടുത്ത് നിന്നെ പിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. ആക്ച്വലി എന്റെ അസിസ്റ്റന്റ് വിചാരിച്ചത് ശരിയാണ്, നിന്നെ ഒരിക്കലും ഒരു ലാബിലും അടച്ചു വെക്കാനായിട്ട് പാടില്ല. നീ ഇപ്പോ എങ്ങനെയെങ്കിലും നിന്റെ ആ ഒരു ഫാമിലിയിലേക്ക് എത്തണം, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സയന്റിസ്റ്റ് അവിടെ വെച്ച് മരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഷമാവുന്നുണ്ട്. അവനിപ്പോ ആ ഒരു സയന്റിസ്റ്റിനെ ആലോചിച്ചിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ കരയാണ്. അന്ന് രാത്രി നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു വേലിന്റെ മുകളിൽ ഒരു സ്പൈഡർമാൻ ഒക്കെ കയറിയിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു എയർഫോഴ്സിന്റെ ഏരിയ ആണ്. ഒരുപാട് ഫൈറ്റർ ജെറ്റുകളൊക്കെ അങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓഫീസിന്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ വഴി ഒരുപാട് സോൾജേഴ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേലിലേക്ക് ചാടി കിടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഉള്ളിലേക്ക് പോയി കയറുന്നുണ്ട്. ഒരു സീനിൽ ഇവൻ എങ്ങനെയാണ് ഈ ഒരു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നതെന്ന് ആ ഒരു പൈലറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ആ അറിവ് വെച്ചിട്ട് ഇവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫൈറ്റർ ജെറ്റ് എടുക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സോൾജേഴ്സിനും ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ഇപ്പൊ റേഡിയോ വഴി ഇവൻ ഓടിക്കുന്ന ഈ ഒരു ജെറ്റ് നിർത്താനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും അതിന് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഹീറോ ആ ഒരു ജെറ്റും അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് നൈസായിട്ട് അവിടുന്ന് പോവാണ്. ഇവന്റെ തൊട്ട് ബാക്കിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാമറ വഴി ഇവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ആ ഒരു ഓഫീസറിന് അവിടുന്ന് ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല അവന്റെ അടുത്ത് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അവർക്ക് സാധിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ആ ഒരു ജെറ്റ് നീ ഇപ്പൊ ലാൻഡ് ആക്കിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജെറ്റ് ഞാൻ വെടിവെച്ചിടുന്ന് പറയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ ഇപ്പം എല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബബിൾ ഗം അതിപ്പോ എടുത്തിട്ട് ക്യാമറയിൽ ഒട്ടിച്ചു വെക്കുകയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ആ ഒരു ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ ജെറ്റിനെ അവിടെ ഇരുന്നിട്ട് തന്നെ ബ്ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് 6 മിനിറ്റിനുള്ളിൽ ഇവന്റെ ഒരു ജെറ്റ് ബ്ലാസ്റ്റ് ആവുന്നുള്ള ആ ഒരു ടൈമർ വരികയാണ്. ഇവന്റെ ആ ഒരു ജെറ്റ് ബ്ലാസ്റ്റ് ആവുന്നത് നമ്മുടെ പയ്യനെ മനസ്സിലാവുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റേഡിയോ വഴി നമ്മുടെ ടേർട്ടിലിനെ കോൺടാക്ട് ചെയ്യാണ്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ വോയിസ് കേട്ടപ്പോ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്താണ് നീ ഇപ്പൊ വിളിച്ചേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടില് ഒരു വലിയ ലേക്കില്ലേ, അവിടെ വന്നിട്ട് നീ എന്നെ കൂട്ടിയിട്ട് പോവാന്നൊക്കെ ചോദിക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ ആ ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൻ മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ ഈ ഒരു ടൈമർ മെല്ലെ മെല്ലെ കുറഞ്ഞിട്ട് ഇപ്പൊ 0 ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇവനിരിക്കുന്ന ആ ഒരു സീറ്റ് ഈ ഒരു പ്ലെയിനിൽ നിന്ന് എജക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് താഴേക്ക് പോവാണ്. ഇത്രയും നേരം ഇവന് ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ജെറ്റ് ഇപ്പൊ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവുകയാണ്. ഇപ്പൊ നമ്മുടെ ടേർട്ടിലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ചേച്ചിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവനിപ്പോ ആ ഒരു ലേക്കിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ കറക്റ്റ് ആയിട്ട് ആ ഒരു ലേക്കിന്റെ ഭാഗത്തേക്ക് പാരച്യൂട്ടിൽ പറന്നിറങ്ങിയിട്ടുണ്ട്. അവൻ അൺകോൺഷ്യസ് ആയിട്ടാണ് ആ ഒരു ലേക്കിലേക്ക് വീണിട്ടുണ്ടായിരുന്നത്. അവനിപ്പോ താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ടേർട്ടിൽ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അവൻ ആ ഒരു ലേക്കിലേക്ക് ചാടിയിട്ട് നമ്മുടെ ഹീറോ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നീന്തി പോവാണ്. ഇപ്പൊ നമ്മുടെ മിലിറ്ററി ഓഫീസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജെറ്റ് മുഴുവനായിട്ട് ബ്ലാസ്റ്റ് ആയെന്നുള്ള കാര്യം ഇവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അവനിരിക്കുന്ന ആ ഒരു സീറ്റ് എജക്ട് ചെയ്തിട്ട് അവൻ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത ഇല്ലെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ പറയുന്നുണ്ട് അവൻ വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അധികം നേരം അവന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് താഴത്തിൽ ആ ഒരു വെള്ളത്തിൽ അവൻ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ചിപ്പിനെ അത് എഫക്ട് ചെയ്യും. അങ്ങനെ അവൻ മരിച്ചു പോകുമെന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കാണ്. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. അവന് ഇപ്പൊ ശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഫാമിലി ഇപ്പോ നല്ല രീതിയിൽ സങ്കടപ്പെട്ടിട്ട് അവിടുന്ന്
കാർ കയറി പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ലേഡി സയന്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള ഈ ഒരു സൂട്ട് കേസിൽ അവനെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു ചിപ്പ് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് അവനെ ഇപ്പൊ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് അവര്. ടേട്ടിലിന്റെ ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെ ഫാമിലിയും ഇവരുടെ വീട്ടില് ഭയങ്കര വിഷമത്തോടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഹീറോനെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമാവാണ്. എല്ലാരും കൂടി സന്തോഷമായിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഇപ്പൊ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനായിട്ടും മറക്കണ്ട. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.